വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്താനാണ് ഈ പ്രോഗ്രാം വഴി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്ഥാനത്തിൻ്റെ വലിയ പ്രതീക്ഷയിലാണ് നാം. നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടെ 40-50 ദിവസം നീണ്ടു നിൽക്കുന്ന നോയമ്പിലൂടെയും ഉപവാസത്തിലൂടെയും കടന്ന് നാം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക്, ആ പുലരിയിലേക്ക് വരികയാണ്. ഉത്ഥാനത്തിന് ക്രൈസ്തവ ജീവിതത്തിലുള്ള പ്രാധാന്യം ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധ പിതാവ് നടത്തിയ ഒരു പ്രസംഗമാണിത്. നമുക്ക് അത് ശ്രദ്ധിക്കാം. പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസംഗം പറഞ്ഞ് തുടങ്ങിയത് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഉത്ഥാനത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം നമുക്കറിയാം. ആ സഭയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക്, ഉത്തരം ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, പ്രത്യേകിച്ച് 15-ാം അധ്യായമാണ് നമ്മുടെ പ്രധാന 15-16 നമ്മുടെ പഠന വിഷയം. അവിടെ പൗലോസ് ശ്ലീഹ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉത്ഥാനമാണ്, കർത്താവിൻ്റെ തിരുവുത്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത് ഏറ്റവും അവസാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഉത്ഥാനത്തിലാണ്, ആ വിഷയത്തിലാണ് മറ്റെല്ലാം, സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. അത് ആദിമ ക്രൈസ്തവരിൽ വളരെയധികം ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യം ആണ് എന്ന് നമുക്ക് അറിയാം. അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പൗലോസ് ശ്ലീഹ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആരംഭിക്കുന്നത് തന്നെ. ക്രിസ്തുമതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രമോ തത്വചിന്താ സംഹിതയോ അല്ല എന്നത് നമ്മൾ ഓർക്കണം. മറിച്ച് ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ സാക്ഷ്യം വഹിച്ച ഒരു സംഭവത്തിലാണ് അത് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് വിശ്വാസത്തിൻ്റെ ഒരു പാത മുന്നോട്ട് പോകുന്നത്. നമുക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കാം. അദ്ദേഹം എഴുതുന്നു, ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് സംസ്കരിക്കപ്പെട്ടു, 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു, വിശുദ്ധ പത്രോസിനും 12 അപ്പോസ്തലന്മാർക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പൗലോസ് ശ്ലീഹ പറയുന്നത് ഈശോ ഇന്നും ജീവിക്കുന്നു എന്നതാണ്. ഇതാണ് ക്രൈസ്തവ സന്ദേശത്തിൻ്റെ ഹൃദയം, കേന്ദ്രബിന്ദു എന്ന് നാം ഓർക്കണം. ഉത്ഥാനത്തിലാണ് അത് നിലനിൽക്കുന്നത്, അധിഷ്ഠിതമായിരിക്കുന്നത്. ഈശോ ഉത്ഥാനം ചെയ്തുവെന്ന യാഥാർത്ഥ്യത്തെ എല്ലാറ്റിനും ഉപരിയായി പൗലോസ് ശ്ലീഹ വിവരിക്കുന്നു എന്നതും നമ്മൾ ലേഖനങ്ങൾ വായിച്ചാൽ കാണുന്ന കാര്യമാണ്. അതിലേക്കുള്ള ഒരു പഠനം എന്ന നിലയിലല്ല പോകുന്നത്. മാർപ്പാപ്പ നമുക്ക് വിചിന്തനം ചെയ്യാനായിട്ട് നൽകിയിരിക്കുന്ന ഈ സന്ദേശം അതിൻ്റെ പ്രാധാന്യത്തിൽ കാണാനായിട്ടാണ്.
ഈശോയുടെ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നു എന്ന് ചിന്തിക്കുക. എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്ക് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു മാതൃക, പരമോന്നതമായ ഒരു മാതൃക ലഭിക്കുമായിരുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈശോയുടെ മരണത്തോടെ എല്ലാം തീർന്നിരുന്നുവെങ്കിൽ. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും സ്വയം ശൂന്യവൽക്കരിക്കുകയും അർപ്പിക്കുകയും ചെയ്തൊരു ജീവിതമാണ്. ഇത്രയും വലിയ ഒരു ജീവിതം വേറെയില്ല. അത് നമുക്ക് ലഭിക്കുമായിരുന്നു. അതിൻ്റെ ഒരു പരിണതഫലം, അതിൽ വിശ്വാസം നമ്മൾ ഉണ്ടാകും എന്ന് അതിന് അർത്ഥമില്ല. നമ്മൾ വലിയ ത്യാഗമൂർത്തികളെയൊക്കെ ഓർക്കുന്നില്ലേ? അതുപോലെ അനുസ്മരിക്കപ്പെട്ട് കടന്നു പോയേനെയും. വിശ്വാസം നമ്മളിൽ ജനിപ്പിക്കുന്നതിന് കർത്താവ് ഉയർത്തിരുന്നില്ലെങ്കിൽ സാധിക്കുമായിരുന്നില്ല. അവിടുന്ന് ഒരു വീര നായകനായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അവിടുന്ന് ഉത്ഥാനം ചെയ്തു എന്നതിൽ ആ വിശ്വാസം നമുക്ക് ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഉത്ഥാനത്തെ കേന്ദ്രീകരിച്ചാണ് ക്രിസ്തുമതം മുന്നോട്ട് പോകുന്നത്. സുവിശേഷങ്ങളെല്ലാം അവർക്ക് അറിയിക്കാനുണ്ടായിരുന്ന അതാണ്. അപ്പസ്തോലന്മാർക്ക്, മറ്റുള്ളവർക്ക് ലോകത്തോട് പറയാനുണ്ടായിരുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന ആ മഹത്തായ സന്ദേശമാണ്. ഈശോ ക്രൂശിതനായി മരിച്ചുവെന്ന വസ്തുത അംഗീകരിക്കുന്നത് അത് ഒരു തീർത്ത വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ചരിത്ര വസ്തുത തന്നെയാണ്. പിലാത്തോസിൻ്റെ കാലത്താണ് നടന്നത്. നടന്ന കാര്യങ്ങളെല്ലാം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അവിടുന്ന് ഉത്ഥാനം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും അത് പ്രസക്തമാണ്, ഇന്നും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന ആ വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് അത്യാവശ്യമായ കാര്യം. ഉത്ഥാന പുലരിയിൽ നമ്മുടെ വിശ്വാസം സമാരംഭിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാം. എല്ലാ ഉത്ഥാന വിവരണങ്ങളെക്കുറിച്ചും ഉത്ഥാനനാഥൻ്റെ ദർശനം ലഭിച്ച എല്ലാവരെയും കുറിച്ച് പൗലോസ്ലീഹ വളരെ സംഗ്രഹമായി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ തന്നെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നമുക്കറിയാം കർത്താവിൻ്റെ ഉത്ഥാനം എല്ലാ ഞായറാഴ്ചകളിലായിരുന്നെന്ന് ഓർക്കണം. ഞായറാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഉയർത്തെഴുന്നേറ്റത് ഉയർപ്പ് ഞായറാഴ്ചയാണ്. നമുക്കറിയാം സാബത്ത് കഴിഞ്ഞു വരുന്ന, യഹൂദരുടെ സാബത്ത് കഴിഞ്ഞു വരുന്ന ദിവസം ഞായറാഴ്ചയാണ്. തോമാശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഞായറാഴ്ചയാണ്. എമ്മാവുസിലെ സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയുടെ ഒരു വലിയ പ്രാധാന്യം അത് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിൽ ഞായറാഴ്ചയുടെ പ്രാധാന്യം അതാണ് നമ്മൾ ഓർക്കണം. പൗലോസ്ലീഹ പറയുന്നു, പ്രത്യക്ഷപ്പെട്ടവരുടെ ഒരു രത്ന ചുരുക്കം പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം 12 അപ്പസ്തോലന്മാരെ കുറിച്ച് പറയുന്നു. അവൻ 12 അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് 500-ലധികം സഹോദരന്മാരുടെ കാര്യമാണ് പൗലോസ്ലീഹ പറയുന്നത്. 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരെ അന്നും സാക്ഷ്യം നൽകാൻ പ്രാപ്തരാണ്. കാരണം പൗലോസ്ലീഹ എഴുതുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ അനേകം ആളുകൾ അവരതിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പൗലോസ്ലീഹ എഴുതുന്നു. അവസാനം അകാലജാതൻ എന്ന നിലയിൽ എനിക്കും പ്രത്യക്ഷനായി, അല്ലെ തനിക്കും പ്രത്യക്ഷനായി എന്ന് പൗലോസ്ലീഹ എഴുതുകയാണ്. അത് ഒരു വലിയ സാക്ഷ്യമാണ് പൗലോസ്ലീഹയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. പൗലോസ്ലീഹ കർത്താവിനെ കണ്ടുമുട്ടുന്നത് നമുക്കറിയാം ദമാസ്കസിലേക്കുള്ള വഴിയിലാണ്, യാത്രയിലാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ദമാസ്കസിലേക്ക് പോകുന്ന വഴിയാണ് കർത്താവുമായുള്ള കണ്ടുമുട്ടൽ നടക്കുന്നത്. അതുവരെ അവൻ തന്നെ എല്ലാം തികഞ്ഞവനായി കണ്ടവനാണ്. യഹൂദന്മാരുടെ എല്ലാ നിയമവും പാലിച്ചവൻ, പൂർണ്ണമായി അനുസരിച്ചവനെന്നാണ് അവൻ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത്.
അവൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്വന്തം വിശ്വാസത്തിലും ബോധ്യത്തിലും അടിയുറച്ചു നിന്ന ആളാണ്. അവിടെ ഡമാസ്കസ് വഴിയിൽ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ തകിടം മറിയുകയാണ്. അവിടെയാണ് മറിയുന്നത്. അവൻ ഉത്ഥാന സംഭവത്താൽ കീഴടക്കപ്പെടുകയാണ്. അത് തുറന്ന് പറയുകയാണ് അവിടെ. പീഡകൻ അപ്പസ്തോലനായി മാറുന്നു, ഏറ്റവും വലിയ അപ്പസ്തോലനാകുന്നു. എത്രയോ ആളുകളോട്, എത്രയോ രാജ്യങ്ങളിൽ അവൻ സുവിശേഷം അറിയിക്കുന്നു, ഉത്തിതനെ പ്രസംഗിക്കുന്നു. ഉത്തിതനെയാണ് പ്രസംഗിക്കേണ്ടത്. കാരണം അവൻ ഈശോയെ ജീവിക്കുന്നവനായി കണ്ടുമുട്ടി. അതാണ് ഈശോ ജീവിക്കുന്നു. ഉത്ഥാനമർത്ഥം ഈശോ ജീവിക്കുന്നു എന്നതാണ്. കണ്ടുമുട്ടി, ഉത്തിതനെ അവൻ ദർശിച്ചു. ഇതാണ് പൗലോസിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവിടെ നിന്നുകൊണ്ടാണ്, അതിലാണ് അവൻ തൻ്റെ ജീവിതത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈശോയാണ് എനിക്ക്, എല്ലാം എനിക്ക് ഈശോയാണ്, മറ്റെല്ലാം എനിക്ക് ഉച്ഛിഷ്ടം പോലെയാണ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ വെളിച്ചത്തിലാണ്. നമുക്കറിയാം മറ്റപ്പസ്തലന്മാരുടെയും അടിസ്ഥാനം അതാണ് വിശ്വാസത്തിൻ്റേത്. തിരുസഭയുടെ അടിസ്ഥാനവും അത് തന്നെ, വിശ്വാസത്തിൻ്റെ നമ്മുടേതും അത് തന്നെയായിരിക്കണം. അതുകൊണ്ട് ഉത്ഥാനം വലിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയണം. ക്രിസ്തുമതം അടിസ്ഥാനപരമായി ഉത്ഥിതനായ ഈശോയിലുള്ള വിശ്വാസമാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്നവനായി മാറുകയാണ്. നമ്മെ തേടി വരുന്ന ഈശോയിലുള്ള നമ്മളെ തേടി വരുന്നവനാണ്. നമ്മുടെ അന്വേഷണം കൊണ്ട് കണ്ടെത്തുകയല്ല, നമ്മളെ തേടി വരുന്ന ഈശോയിലുള്ള വിശ്വാസമാണത്. പൗലോസ് ഈശോയെ തേടി പോവുകയല്ല ചെയ്തത്, ഈശോയെ പീഡിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം, നീ പീഡിപ്പിക്കുന്ന നസ്രായൻ ഈശോയാണ് ഞാൻ എന്ന് അവന് ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തേടി വരുന്ന ഈശോയെ നമ്മൾ കണ്ടെത്തണം. അവിടുന്നുള്ള വിശ്വാസമാണ്. അവിടുന്ന് നമ്മെ സ്വീകരിക്കുന്നവനാണ്. നമ്മളെ ഉൾക്കൊണ്ട് നമ്മുടെ മേൽ വിജയം നേടിയവനാണ്. അവിടുന്ന് നമ്മെ ഒരിക്കലും പരിത്യജിക്കില്ലാത്തവനാണ്. ക്രിസ്തീയത അതുകൊണ്ട് നമുക്ക് പറയാം ദൈവകൃപയാണ്. നമ്മൾ പറയുമല്ലോ ദൈവത്തിൻ്റെ കൃപയാൽ. അല്പം വിശ്വാസമുള്ള ആളുകളെല്ലാം, അല്പം ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് ബോധ്യമുള്ളവരെല്ലാം പറയുന്നൊരു കാര്യം, ദൈവകൃപയാൽ എനിക്ക് സുഖമാണ് അച്ഛാ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി പേരെ കേട്ടിട്ടുണ്ട്. അത് ആത്മാർത്ഥമായി പറയണം, അതാണ് പ്രധാനം. ക്രിസ്തീയത ദൈവകൃപയാണ്. അതൊരത്ഭുതമാണ്. വിസ്മയിക്കുന്നതിന് കഴിവുള്ള ഒരു ഹൃദയം വേണം നമുക്ക്. അതാവശ്യപ്പെടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, കർദിനാളന്മാരോട് പരിശുദ്ധ പിതാവ് പറയുന്നത് അതിശയപ്പെടാൻ, അത്ഭുതം കൂറാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകണമെന്നാണ്. കൃപയെ ദർശിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം അത് ആവശ്യപ്പെടുന്നുണ്ട്. ഉത്തിതനെ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന വിസ്മയം എത്രയോ മനോഹരമെന്ന് പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുന്നുണ്ട്. അത് മനോഹരമാണ്. അതുകൊണ്ടാണ് ഉത്തിതനെ കണ്ടുമുട്ടുക എന്നതാണ് ഇന്നിൻ്റെ ആവശ്യം. നമുക്ക് ചിന്തിക്കാം, നമ്മളെല്ലാം പാപികളാണ്. പാപ്പ പറയുന്ന കാര്യമാണിത്. വീഴ്ചകളുള്ളവരാണ്. എങ്കിലും ഉത്ഥാന പുലരിയിൽ നമുക്ക് സുവിശേഷം പ്രതിപാദിക്കുന്ന ആളുകളെപ്പോലെ ആകാനാകും എന്ന് പാപ്പ നമ്മോട് പറയുകയാണ്. നമ്മൾ ഉത്ഥാനത്തിൻ്റെ ദിനം ആചരിക്കുമ്പോൾ, അതിൽ പങ്കുചേരുമ്പോൾ സത്യത്തിൽ ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ അടിയുറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആദിമ സഭയിൽ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന ആളുകളെപ്പോലെ ആകാനാകും. കർത്താവിന് സാക്ഷ്യം വഹിക്കാനാകും, കർത്താവിൽ ജീവിക്കാനാകും. അതാണ് പ്രധാനം. ഈശോയുടെ ഉത്ഥാനപ്പുലരിയിൽ നമ്മളും ഈശോയുടെ ശവകുടീരത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി നമ്മൾ കാണേണ്ടത് എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ആ വലിയ കല്ല് നീക്കപ്പെട്ടിരിക്കുന്നതാണ് നാം കാണേണ്ടത്. മഗ്ദലന മറിയവും മറ്റേ മറിയവും പോയപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് പോയത് ആ കല്ല് ആര് മാറ്റും എന്നതാണ്. അത്ര ഭീകരമാണ് ആ കല്ല്, ഭീമാകരമാണ്. അവനെ മാറ്റുതാരാണ്? ദൈവം തന്നെയാണ്, മലകമാരാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മിൽ നടക്കാൻ നാം നമ്മെ തന്നെ തുറന്നു കൊടുക്കണം, അനുവദിക്കണം.
അതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ചെയ്യേണ്ടത് എന്നത് നമുക്ക് ഓർക്കാം. ദൈവം അവർക്കും നമുക്ക് അപ്രതീക്ഷിതമായ ഒരു ഭാവി ജീവിതം, നല്ല ജീവിതം, മനസാന്തര ജീവിതം, നവീകരിക്കപ്പെട്ട ജീവിതം സജ്ജീകരിച്ചിരിക്കുന്നത് കാണാനുള്ള കഴിവാണ് ഉണ്ടാകേണ്ടത്. ഓരോ ഈസ്റ്ററിലും, ഓരോ ഉത്ഥാനത്തിലും, ഓരോ ഉത്ഥാന പുലരിയിലും, ആഘോഷത്തിലും നമുക്ക് നടക്കേണ്ടത്. അതാണ് നമ്മൾ ചിന്താവിഷയമാക്കേണ്ടത് ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാളിലെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നു. മാർപ്പാപ്പ വിചിന്തനം ചെയ്യുകയാണ്, നമ്മുടെ ഉള്ളിലും ശവകുടീരങ്ങളുടേതായ എന്തൊക്കെയോ ഉണ്ട്. ശവകുടീരങ്ങൾ, അവിടെയെല്ലാം നമ്മുടേത് കല്ലുകൊണ്ട് മൂടി വച്ചിരിക്കുന്നു. അത് ചീഞ്ഞ് ആയി തീർന്നതെല്ലാം അതുപോലുള്ള കാര്യങ്ങൾ, പാപങ്ങൾ, തിന്മകൾ, വീഴ്ചകൾ, വിരോധങ്ങൾ, പരദൂഷണങ്ങൾ എന്തെല്ലാമൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിലും. ദുശീലങ്ങൾ, ആസക്തികൾ, ഇതിൽ നിന്നെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഉത്ഥാനം നമ്മോട് പറയുന്നത്. പലപ്പോഴും ഒരു ആഘോഷമായി അത് ചുരുങ്ങിപ്പോകുന്നില്ലേ എന്ന് നാം ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കല്ലറയിൽ നിന്ന് നമ്മെ ഉയർപ്പിക്കാൻ കർത്താവ് എത്രയോ ശക്തനാണെന്ന് നാം ഓർക്കേണ്ട സമയമാണ് ഈസ്റ്റർ ദിനം. അവിടത്തേക്ക് നമ്മളെ ഉയർപ്പിക്കാൻ, ഇത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മളിൽ മാറ്റം ഉണ്ടാകുകയുള്ളൂ. മദ്യപാനത്തിന് അടിമകളായവർ, മറ്റ് ദുശ്ശീലങ്ങൾക്ക് അടിമകളായവർ, നമുക്കറിയാം, നോയമ്പിൽ ചിലപ്പോൾ അവരത് ബലം പ്രയോഗിച്ച് നിർത്തിയിരിക്കും. പക്ഷെ നോയമ്പ് കഴിയുമ്പോൾ, വീടുമ്പോൾ അതുകൂടെ കൂട്ടി ആഘോഷിക്കുന്ന ഒരു പ്രകൃതമാണ് പല ക്രിസ്ത്യാനികൾക്കും ഉള്ളത്. ഇവിടെയാണ് അവിടുന്ന് തന്നെ അതിൽ നിന്ന് ഉയർപ്പിക്കും, മാറ്റും, എൻ്റെ ദുശീലങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. എത്രയോ ശക്തനാണ് അവിടുന്ന്, അവിടത്തേക്ക് സാധിക്കും എന്ന് നാം ഓർക്കണം. ദുഃഖവും പരാജയവും അന്ധകാരവും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് നിരാശപ്പെടുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആനന്ദവും ജീവനും കാണാൻ നമുക്ക് കഴിയണം എന്നതാണ്, അത് തരും. അതാണ് ഉത്ഥാനം നമ്മോട് പറയുന്ന കാര്യം. വരണ്ടതും പ്രതീക്ഷാരഹിതവുമായ, ഒരു പ്രതീക്ഷയുമില്ലെന്ന് കരുതുന്ന കല്ലുകളുടെ മധ്യത്തിൽ, കല്ലുകൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലുള്ള കല്ലുകൾ, മനോഹര പുഷ്പങ്ങൾ വിടരാൻ ദൈവം അനുവദിക്കുമെന്ന് നാം വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് ഉത്ഥാനം നമുക്ക് അനുഗ്രഹദായകമായി തീരാനുള്ള മാർഗം. അപ്പം ക്രൈസ്തവ ജീവിതം നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായി പറയാം. ഉത്ഥാനത്തിലൂടെ പിതാവായ ദൈവം ചെയ്തത് അതാണ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്ന കാര്യം നമുക്ക് ഉറപ്പായി പറഞ്ഞു തരികയായിരുന്നു. നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിൽ അത് അടങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക ഉത്ഥാന ദിവസം. നമ്മുടെ കൊടിയ ശത്രുവിനെ, പാപത്തെ, മരണത്തെ പരാജയപ്പെടുത്തുന്നതിൽ അതാണ് പ്രകടമാകുന്നത്. ഈശോ അതാണല്ലോ ചെയ്തത്. പാപത്തിന് വേണ്ടി മരിച്ചു, പാപത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചു, മരണത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് മരിച്ചു. അതാണ് നമ്മുടെ ജീവിതം സാധിക്കുമെന്നതിന് ഉറപ്പ് സത്യമായി നിൽക്കുന്ന കാര്യം. ദൈവം മഹോന്നതനാണ്, നമുക്കിത് ഏറ്റു പറയാം. പ്രവാചകന്മാരുടെ വാക്കുകൾ പൗലോസ്ലീഹ തന്നെ പ്രതിധ്വനിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസംഗത്തിന് മാർപ്പാപ്പ ആധാരമായി എടുത്തത് പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ വെളിച്ചത്തിലാണ്. ഇവിടെ പ്രതിധ്വനിപ്പിക്കുന്നു, അവിടെ പറയുന്നു പൗലോസ്ലീഹ, മരണമേ നിൻ്റെ വിജയം എവിടെ? മരണമേ നിൻ്റെ ദംശനം എവിടെയാണ്? അതുകൊണ്ട് ഈ ഈസ്റ്ററിൻ്റെ ദിവസം, ഉയർപ്പ് തിരുനാൾ ദിവസം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഉദ്ഘോഷമാണ് ഉണരേണ്ടത്. നാം സംവഹിക്കേണ്ടത് അതാണ്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അതുതന്നെയാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും കാരണം അന്വേഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സന്തോഷമായി, നമ്മുടെ ജീവിതം നവീകരിക്കപ്പെട്ടു. നമുക്കറിയാം, ഇന്ന് സംഭവിക്കുന്നതുണ്ടല്ലോ, ഒരു നല്ല ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ, നല്ല ഒരു സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ,
വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന പരിവർത്തനം, എത്രയോ ആളുകളിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അവർ ഉത്തിതനെ കണ്ടുമുട്ടുകയാണ്. ഇന്നും ജീവിക്കുന്ന ഉത്തിതനെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ജീവിക്കുന്ന, കുദാശകളിൽ ജീവിക്കുന്ന, സഹോദരന്മാരിൽ ജീവിക്കുന്ന, സഹോദരങ്ങളിൽ ജീവിക്കുന്ന കർത്താവിനെ അവർ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. അവർ നവീകരിക്കപ്പെടുകയാണ്, ജീവിതം മാറുകയാണ്. ഉത്ഥാന ദിവസം പ്രത്യേകിച്ച് വലിയ ഒരു സമയമാണ്, നല്ലൊരു സാഹചര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടായ സഭ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷം, നമ്മളത് വരുമ്പോൾ, മാറ്റം വരുമ്പോൾ സന്തോഷമുള്ളവരായി മാറും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ തയ്യാറാകും. അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഈശോ ഇപ്പോഴും ഇവിടെയുണ്ട്, ഇന്നും ഇവിടെയുണ്ട്. നമ്മുടെ മധ്യത്തിൽ അവൻ ജീവിക്കുന്നു, അവിടുന്ന് ഉത്ഥാനം ചെയ്ത് ജീവിക്കുന്നു. ഈ ഒരു സത്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ കൊല്ലത്തെ ഈസ്റ്റർ ആഘോഷം നമ്മൾ ഒരുങ്ങി അതിലേക്ക് വരുമ്പോൾ നമ്മളിലുണ്ടാകേണ്ടത് ഒരു വലിയ മാറ്റമാണ്, ഒരു പുതുജനനമാണ്, പുതിയ മനുഷ്യനാവുക. പൗലോസ്ലീഹ അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിലുള്ളവർ പുതിയ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞത്. ഉത്ഥാനം അനുഭവിക്കുന്നവർ പുതിയ സൃഷ്ടികളായി മാറുകയാണ്. പഴയതിനെ ഇല്ലാതാക്കി, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയതിനെ സ്വീകരിക്കുകയാണ്. പുതിയതാകാനുള്ള വലിയ ആഹ്വാനമാണ് ഈസ്റ്റർ ഉത്ഥാനം നമുക്ക് നൽകുന്നത്. അതാണ് ഈശോ കൊണ്ടുവരുന്ന വലിയ സമ്മാനം, ദാനം. ഞായറാഴ്ചകളിലാണ് കർത്താവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം അന്ന് വൈകുന്നേരം എമ്മാവുസിലേക്ക് പോയ സഹോദരന്മാരാണ്. കർത്താവ് അവരുടെ കൂടെ കൂടി അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വിശദീകരിക്കുകയാണ്. വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ എത്തേണ്ട സ്ഥലമായി. കർത്താവ് മുന്നോട്ട് പോകുന്നതായി ഭാവിച്ചു. അവർ നിർബന്ധിച്ചു വിളിച്ചു ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ആ ക്ഷണം കേട്ട് ഈശോ അവരുടെ കൂടെ നിന്നു. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എന്ന് പറയുന്ന വാക്കുകൾ അവർ കുർബാനയെ കണ്ടെത്തി. വചനവും കുർബാനയും ഒന്നിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഇന്ന് നമുക്ക് ഉത്തിതനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ വേദി. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട്, കുദാശയിൽ പങ്കെടുത്തുകൊണ്ട്, വചനം കേട്ടുകൊണ്ട്, വചനം വായിച്ചുകൊണ്ട്, പഠിച്ചുകൊണ്ട് നാം കർത്താവിനെ ഇന്ന് അനുഭവിക്കാൻ, ഇന്നും ജീവിക്കുന്ന കർത്താവിനെ അനുഭവിക്കാൻ ഇടയാകണം. ഈ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഹൃദയംഗമമായി ആശംസിക്കുന്നു. സന്തോഷവും സമാധാനവും പ്രത്യാശയും നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ ഇടയാകട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് ദൈവം അനുവദിക്കട്ടെ.